ടുവാർഡ്സ് എ ഫ്രട്ടേണൽ ഇമാജിനേഷൻ ഫ്രെയിമിംഗ് ദ ലെൻസസ് എന്ന തലക്കെട്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഈ മൂവ്മെൻറ്റിൻ്റെ രൂപീകരണവും ഈ മൂവ്മെൻറ്റ് സവിശേഷമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് ഒരു വിഷയത്തെ സമീപിക്കുന്നത് എന്നും ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആലോചനകൾ എങ്ങനെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സാധ്യമാക്കുന്നത് എന്നുമാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു നവസാമൂഹിക പ്രസ്ഥാനം എന്ന നിലക്ക് സമുദായങ്ങൾ ചേർന്ന് നിന്ന് രൂപീകരിക്കുന്ന രാഷ്ട്രീയത്തോട്, ആ സമുദായങ്ങൾ ചേർന്ന് നിന്ന് സംസാരിക്കുന്ന അവകാശങ്ങളോട്, പൊതുസമൂഹം നിലനിർത്തി പോരുന്ന വർഗീയത എന്ന ടെർമിനോളജിയോട്, റെപ്രസെൻറ്റേഷനോട്, ജാതീയതയോട്, ഇസ്ലാമോഫോബിയയോട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെയാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഈ സെഷനിൽ നമ്മോട് സംസാരിക്കുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും നിലവിൽ മീഡിയ വണ്ണിൻ്റെ ഡയറക്ടറായിട്ട് പ്രിൻസിപ്പലായിട്ടുമൊക്കെ മീഡിയ വൺ അക്കാദമിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ PK സാദിഖ് ഈ സെഷനിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മുൻ ദേശീയ പ്രസിഡന്റ് ഷംസീർ ഇബ്രാഹിം ഈ സെഷനിൽ ഈ സദസ്സിനോട് സംവേദനം ചെയ്യുന്നുണ്ട്. സമുദായങ്ങൾ, വർഗീയത, ജാതീയത എന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഡോക്ടർ PK സാദിഖ് നമ്മോട് സംസാരിക്കുക. അതിനു വേണ്ടിയിട്ട് ഡോക്ടർ PK സാദിഖിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഫ്രട്ടേണിറ്റിയുടെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ അതിൻ്റെ രൂപീകരണത്തിന് ശേഷം ഇത്രയും വലിയ വിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വേരുപിടിച്ചതിന് ശേഷം ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സന്ദർഭങ്ങളിലെ വളരെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മൂവ്മെന്റ് ആയതിനു ശേഷം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഒരു മൂവ്മെന്റ് ആയതിനു ശേഷം തീർച്ചയായും എന്താണ് ഫ്രട്ടേണിറ്റി എന്ന മൂവ്മെന്റ്, അതിൻ്റെ മുന്നോട്ട് പോക്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഫ്രട്ടേണിറ്റി ആസ് എ മൂവ്മെന്റ് എന്താണ് അത് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്, ഒരു സമകാലികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദർഭത്തെയോ സാമൂഹിക സന്ദർഭത്തെയോ ഫ്രട്ടേണിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഈ സെഷനിലൂടെ അറിയേണ്ടത് എന്നാണ് ഇതിന് സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഏത് സംഭവ വികാസങ്ങളായാലും, ഏത് രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങളായാലും ഓരോ ആളുകളും ഓരോ തലത്തിൽ നിന്നാണ് മനസ്സിലാക്കുക. ഇപ്പൊ ഗ്യാൻവാബിയിൽ ഈ ദിവസങ്ങളിൽ പള്ളിയിൽ അവിടെ പൂജ നടന്നു. അതിനനുകൂലമായിട്ടുള്ള വിധി അവിടുത്തെ ഹൈക്കോടതി നൽകി. ഇതിനു മുമ്പ് സുപ്രീം കോടതി ASAക്ക് സർവേ നടത്താനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരേ പ്രശ്നമാണ്, അത് ഗ്യാൻവാബിയിലെ പള്ളി പ്രശ്നമാണ്. ചില ആളുകൾ അത് കാണുന്നത് എന്തോ ഒരു പള്ളി ക്ഷേത്ര പ്രശ്നം എന്ന നിലക്കാണ്. ചില ആളുകൾ കാണുന്നത് അത് ഒരുപാട് കാലം ഇവിടെ കീയൊതുക്കപ്പെട്ട ഹിന്ദുവിൻ്റെ തിരിച്ചുവരവ് എന്നുള്ള അർത്ഥത്തിലാണ്. ചില ആളുകൾ അത് കാണുന്നത് ഇന്ത്യൻ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ തന്നെ തകർച്ച എന്ന നിലക്കാണ്. ചില ആളുകൾ അത് കാണുന്നത് ഇന്ത്യയിലെ മുസ്ലിം പൗരന്റെ അവസാന ശബ്ദവും ഇല്ലാതായി പോകുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ്. ഇങ്ങനെ ഒരു സംഭവത്തെ തന്നെ പല ആളുകളും പല പെർസ്പെക്റ്റീവുകളിലും പല നിലപാട് തറകളിൽ നിന്നുമാണ് കാണാറുള്ളത്. ഈ നിലപാട് തറകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ചില
കാഴ്ചപ്പാടുകൾ അവർ രൂപീകരിക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള അത് അങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഫ്രട്ടേണിറ്റി ഒരു പുതിയ സാമൂഹിക വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലക്ക് ഫ്രട്ടേണിറ്റിക്കും അതിന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കാണുന്നതിനും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അതുപോലെ തന്നെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പൊ ഈ പെർസ്പെക്റ്റീവ് ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ എന്ന നിലക്ക്, നേതാക്കന്മാരെന്ന നിലക്ക്, സഹപ്രവർത്തകർ എന്ന നിലക്ക്, ഫ്രട്ടേണിറ്റിയെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അവർക്കും അത് കൺവേ ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ ആ സംഭവത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് വന്നത്, അല്ലെ? ഇതൊരു സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്നോ അതല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്നാണ് ഇതിന്റെ പേര് തന്നെ. ഈ ഫ്രട്ടേണിറ്റി എന്നുള്ള വാക്കിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു റോളുണ്ട്. നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷന്റെ മുദ്രാവാക്യമായിട്ട് ഫ്രട്ടേണിറ്റി ഉണ്ട്. ഇന്ത്യയിൽ വളരെ സവിശേഷമായിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ കുറിച്ചും ഇന്ത്യൻ ദേശരാഷ്ട്ര സങ്കല്പത്തിനെ കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഈ ഫ്രട്ടേണിറ്റി എന്നുള്ള വാക്ക് വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രാധാന്യം അതിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ത്യൻ ഭരണഘടനയുടെ അതിൻ്റെ ഡ്രാഫ്റ്റ് പൂർണ്ണമായും സബ്മിറ്റ് ചെയ്തതിന് ശേഷം 1950-കളിൽ ഡോക്ടർ BR അംബേദ്കർ ഒരു ലെറ്റർ എഴുതി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇത് പൂർണ്ണമായിട്ടും ഡ്രാഫ്റ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ പ്രിയാമ്പിളിൽ സാധാരണഗതിയിൽ ഇക്വാലിറ്റി അതുപോലെ തന്നെ ഇതുപോലുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ഇതിൽ ഫ്രട്ടേണിറ്റി എന്ന വാക്ക് കൂടി ചേർക്കണം. ഈ ഫ്രട്ടേണിറ്റി എന്ന വാക്ക് എന്തിനാണ് ചേർക്കുന്നത് എന്നതിന് അംബേദ്കറിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വാക്ക് ഫ്രട്ടേണിറ്റി എന്ന വാക്ക് ചേർക്കുന്നത് വളരെ അനിവാര്യമാണ്. ഇന്ത്യയുടെ സമകാലിക സാഹചര്യത്തിൽ ഫ്രട്ടേണിറ്റി എന്ന വാക്ക് ഭരണഘടനയുടെ ഒരു മാർഗദർശിയായി, അഥവാ ഡെമോക്രസിയുടെയും ഇക്വാലിറ്റിയുടെയും അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ കൂടെ അതിനുപരി നിൽക്കുന്ന ഒരു പദമായി ഫ്രട്ടേണിറ്റി എന്ന പദം വേണമെന്നും ഫ്രട്ടേണിറ്റി എന്നൊരു ഐഡിയൽ, അതൊരു പൊളിറ്റിക്കൽ ഐഡിയലായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഘടനയിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം സജസ്റ്റ് ചെയ്യുകയും ആ സജഷന്റെ ഭാഗമായിട്ടാണ് ഫ്രട്ടേണിറ്റി എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ വരുന്നത്. ഓക്കെ, ഇത് വരാനാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോ പ്രിയാമ്പിളില് ഈ പ്രിയാമ്പിളില് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളൊരു പെർസ്പെക്റ്റീവ് പ്രിയാമ്പിളിൽ ഇങ്ങനെയാണ് ഫ്രട്ടേണിറ്റി എന്നുള്ള വാക്ക്, ഇത് ആ ഭരണഘടനയുടെ പ്രിയാമ്പിളാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് ദ നീഡ് ഫോർ ഫ്രട്ടേണൽ കോൺകോർഡ് ആൻഡ് ഗുഡ് വിൽ ഇൻ ഇന്ത്യ വാസ് നെവർ ഗ്രേറ്റർ ദാൻ നൗ. പ്രത്യേകിച്ചും അത് ആ പറയുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ത്യ സ്വതന്ത്രമായി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? വലിയൊരു ബ്ലഡ് ഷെഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടീഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ വരാനിരിക്കുന്ന റിപ്പബ്ലിക് എന്തിന്റെ പേരിലാണ് നമ്മൾ ഓർക്കേണ്ടത്? അത് ഹേട്രഡിന്റെ, ബ്ലഡ് ഷെഡിന്റെ പേരിലാണോ? അതാണോ ഇതിന്റെ ഫൗണ്ടേഷൻ? ഈ ചോദ്യം അന്തരീക്ഷത്തിൽ വളരെ പ്രബലമായിരുന്നു. എന്താണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ? അത് രക്തം, ഹേട്രഡ്, ഇതിലധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെയാണോ നാം ആങ്കർ ചെയ്യുന്നത്? അപ്പോ അതുകൊണ്ട് തന്നെ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താന്ന് ചോദിച്ചാൽ, അല്ല, ഫ്രട്ടേണിറ്റി എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രം ആങ്കർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഫ്രഞ്ച് റവല്യൂഷനുള്ള ഫ്രട്ടേണിറ്റി എന്നത് പോലെയല്ല അംബേദ്കർ അതിനെ വിഭാവന ചെയ്തത്. അതിന് ഇന്ത്യയിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ഒരു ദീർഘകാലഘട്ടത്തിലെ സമരത്തിന്റെ, പോരാട്ടത്തിന്റെ ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഫ്രട്ടേണിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രട്ടേണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു
ഗവൺമെന്റ് പ്രിൻസിപ്പിൾ അല്ല. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ അംബേദ്കർ പറഞ്ഞു നമ്മളൊരു എറ്റേണൽ കോൺട്രഡിക്ഷൻസ് കൂടിയാണ് പ്രവേശിക്കാൻ പോകുന്നത്. എന്താണ് ആ കോൺട്രഡിക്ഷൻ? ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി സ്ഥാപിതമായി, ബ്രിട്ടീഷുകാര് ഇവിടുന്ന് നാട് വിട്ടുപോയി, പൊളിറ്റിക്കൽ ഫ്രീഡം സ്ഥാപിതമായി. പക്ഷേ സാമൂഹിക മേഖലയിൽ അസമത്വങ്ങൾ, അസ്പൃശ്യത, പരസ്പരമുള്ള വിദ്വേഷം, തൊട്ടുകൂടായ്മ, കാണായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അതുപോലെ നിലനിൽക്കുന്നു. ഇത് പ്രത്യേകിച്ചും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നതിൻ്റെ പലപ്പോഴും ലോകത്തുള്ള പല നാടുകളിലും സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമല്ല, സോഷ്യൽ, എക്കണോമിക്കൽ, കൾച്ചറൽ ഇതുപോലുള്ള ഫ്രീഡം ഉള്ള സ്ഥലങ്ങളായിട്ടാണ് നാഷണൽ വിഭാവന ചെയ്തതെങ്കിൽ ഇന്ത്യയുടെ ഒരു അതിന്റെ ബർത്തിലുള്ള ഒരു കോൺട്രഡിക്ഷൻ, അംബേദ്കർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള, മറ്റു പലരും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ഫ്രീഡം നമുക്ക് ലഭിക്കുകയും സാമൂഹിക ജനാധിപത്യവും സാംസ്കാരിക ജനാധിപത്യവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അഥവാ നമ്മൾ പൊളിറ്റിക്കലി ഫ്രീഡം ആണെന്ന് പറയുമ്പോൾ പോലും സമൂഹത്തിൽ അധികാരമുള്ള ആളുകൾ, ഓൾറെഡി പ്രിവിലേജ് ഉള്ള വരേണ്യരായിട്ടുള്ള ആളുകൾ അവരുടെ അധികാരം ഈ പുതുതായി കിട്ടിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന അവസ്ഥ. ഒരുപക്ഷെ ജാതീയതക്കോ വംശീയമായിട്ടുള്ള മുൻവിധികൾക്കോ ഇതിനൊന്നും ഒരു കുറവ് വരാത്ത അവസ്ഥ. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ ഓരോ ദിവസവും പ്രോഗ്രസ് എന്നല്ലാതെ ഇതിൽ നമുക്കൊരു കുറവ് കാണാൻ കഴിയുന്നില്ല. ജാതീയതയുടെ വിവിധ രൂപങ്ങൾ കാണുന്നു, അതുപോലെ തന്നെ അപരവിദ്വേഷത്തിന്റെ പലതരത്തിലുള്ള സമീപനങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഓൺ ദ 26th January 1950 we are going to enter into life of contradiction. ഒരു കോൺട്രഡിക്ഷൻ, പ്രത്യേകിച്ചും അത് പറയാൻ കാരണം ഒരു എറ്റേണൽ കോൺട്രഡിക്ഷനിലേക്ക് കൂടിയാണ് ഇന്ത്യ പ്രവേശിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്ക് മാത്രമല്ല, ഒരു വൈരുദ്ധ്യം, സ്വാതന്ത്ര്യവും സമത്വവും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യത്തിലേക്ക് കൂടിയാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്നാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ സൊസൈറ്റി ബേസ് ചെയ്തിരിക്കുന്നത് ഗ്രേഡഡ് ഇനീക്വാലിറ്റിയിലാണ്. എന്താ ഗ്രേഡഡ് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നിട്ടുള്ള ഒരു ബേസ് ആണ്. അപ്പം ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഈ ഒരു പ്രശ്നം, ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ അഭിസംബോധന ചെയ്യാൻ ദേശീയ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം നിലനിൽക്കെ ഈ കോൺട്രഡിക്ഷൻ ഉണ്ടാവുകയും അതിനെ മറികടക്കണമെങ്കിൽ ഫ്രട്ടേണിറ്റി എന്ന വികാരം നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ഒരു പ്രൊസീജറൽ ഡെമോക്രസിയുടെ, എന്താ പ്രൊസീജറൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നടപ്പു ജനാധിപത്യത്തിന്റെ മുകളിൽ ഫ്രട്ടേണിറ്റി എന്ന വികാരം ഉണ്ടാവണം. അതായത് തൻ്റെ അന്യനെ തൻ്റെ സഹോദരനായി കാണാനുള്ള, അന്യനെ അപര വിദ്വേഷമില്ലാതെ അപരനാണെന്ന പരിഗണനയില്ലാതെ കാണാനുള്ള ഒരു സങ്കല്പം നമുക്കുണ്ടാവണമെന്ന് അദ്ദേഹം പറയുകയും അതാണ് ഫ്രട്ടേണിറ്റി. ഇത് പ്രത്യേകിച്ച് പിന്നീട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് മാത്രം എടുക്കുന്നതല്ല, ഇന്ത്യയിലെ തന്നെ പാരമ്പര്യങ്ങളുള്ള മൈത്രി, ബന്ധുത, അതുപോലെ തന്നെ ഈ ഇസ്ലാമിക് സൂഫി ട്രഡീഷനിലൊക്കെ ഉള്ള ഇഖ്വ തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകളിൽ നിന്ന് ഉരുവം ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഫ്രട്ടേണിറ്റി എന്നുള്ള കാഴ്ചപ്പാട്. അത് ഇന്ത്യയിലെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു രാഷ്ട്രീയ സങ്കല്പം മാത്രമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്, ഇതൊരു ആത്മീയ സങ്കല്പം കൂടിയാണ്. അഥവാ ഈ മൈത്രി എന്ന ഭാവം, ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ ട്രഡീഷനകത്ത് മൈത്രി എന്ന ഭാവം ഇല്ല. അപരനിരാസമാണ് അതിന്റെ അടിസ്ഥാനം. അതായത് അപരൻ ഇല്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അപരന്റെ നിഗ്രഹത്തിലൂടെയാണ് സ്വന്തത്തെ അവന് കണ്ടെത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് മൈത്രി എന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ, ബന്ധുത എന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ഇഖ്വ തുടങ്ങിയിട്ടുള്ള ഒരു സ്പിരിച്വൽ എത്തിക്സിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ള ഒരു തത്വം അദ്ദേഹം മുന്നിൽ വെക്കുകയാണ്. ഇതാണ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സങ്കല്പം രൂപപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നമ്മള് ഈ കോൺട്രഡിക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോൺട്രഡിക്ഷൻ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? പൊളിറ്റിക്കൽ ഡെമോക്രസിയും സോഷ്യൽ ഡെമോക്രസിയും
രണ്ടായി മാറിയതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഇൻകംപ്ലീറ്റ് സിറ്റിസൺഷിപ്പ്. നമുക്കെല്ലാവർക്കും ലീഗലി സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? ഇപ്പൊ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നിന്ന് ഒരു വാർത്ത വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ പള്ളിയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ, ഒരു മുദരിസ്, ഒരു ക്ലാസ്സിൽ ഈ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠ, ബാബരി പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിഞ്ഞതിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടായി. പെട്ടെന്ന് ഒരു കൂട്ടം ആളുകൾ ഇതറിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വരികയും അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. റോട്ടിലിട്ട് മർദ്ദിച്ചു, റോട്ടിൽ നടന്നിട്ടും മർദ്ദിച്ചു. അങ്ങനെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ് അവശനായി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കേസ് വന്നത് അയാൾക്കാണ്, അടിച്ച ആളുകൾക്കല്ല. അല്ലെങ്കിൽ അഖ്ലാഖിന്റെ കേസിൽ നമുക്കറിയാം, ഒരു 250 ഗ്രാം ബീഫ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചുറ്റുപാടുമുള്ള ആളുകൾ അടിച്ചു കൊല്ലുകയും, അടിച്ചു വന്നതിന് ശേഷമുള്ള അന്വേഷണം എന്തായിരുന്നു? അത് ബീഫാണോ ആടാണോ എന്നുള്ള അന്വേഷണമാണ് നടത്തി. അപ്പം ഇത് പൗരത്വത്തിന്റെ സങ്കല്പത്തിൽ നമ്മളെല്ലാവരും പൊളിറ്റിക്കലി എല്ലാവരും ലീഗലി എല്ലാവരും സിറ്റിസൺസ് ആണ്. പക്ഷേ സാമൂഹികമായി ഒരു ദളിതനായിട്ടുള്ള ഒരാൾ, ഒരു ട്രൈബായിട്ടുള്ള ഒരാൾ, മുസ്ലിം ആയിട്ടുള്ള ഒരാൾ, അയാള് പോലീസ് സ്റ്റേഷനിൽ പോയാലും, ഒരു വരേണ്യ വിഭാഗത്തു നിന്നുള്ള ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയാലും എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ പൗരത്വത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് സത്യത്തിൽ ലീഗൽ സിറ്റിസൺ ആയാൽ പോരാ, അയാള് സോഷ്യൽ കൾച്ചറൽ സിറ്റിസൺഷിപ്പ് ഒക്കെ അംഗീകരിക്കപ്പെടുന്ന, അയാളുടെ ഡിഫറൻസിനെ, വ്യത്യസ്തതകളെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇതെന്തുകൊണ്ട് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ജാതി എന്ന് പറയുന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു ജാതി എന്ന് പറയുന്നത് ആന്റി നാഷണൽ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാതിക്ക് ഒരിക്കലും ഒരു സോഷ്യലിനെ, ഒരു ഫ്രട്ടേണിറ്റി ഉള്ള സോഷ്യലിനെ ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ഫ്രട്ടേണിറ്റി ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി വിൽ ബി നോ ഡീപ്പർ ദാൻ കോഡ്സ് ഓഫ് പെയിന്റ്. അപ്പൊ ഈ ഫ്രട്ടേണിറ്റി എന്നുള്ള വികാരം ഒരിക്കലും ഇന്ത്യയിൽ ഈ ഒരു ജാതി എന്ന് പറയുന്ന ഭൂതം ഉള്ളിടത്തോളം കാലം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ജാതിയെക്കുറിച്ച്, ജാതി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അതിൻ്റെ ഒരു റിച്വൽ ഫോം ആയിട്ടാണ് പറയാ, അല്ലെ? എന്താണ് ജാതി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ ഒരു ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ദളിത് എന്നൊക്കെ പറഞ്ഞിട്ട് അൺടച്ചബിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ജാതിയുടെ ഒരു ഫോമിൽ തന്നെ പുറത്ത്, മനുഷ്യ ഫോമിൽ തന്നെ പുറത്തു നിർത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പം ഈ ഒരു ജാതിനെ ഒരു റിച്വൽ ഫോമായിട്ട് ഇന്ത്യയിലുള്ള വേദങ്ങളിലും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ടെന്നും അത് ഒരുപക്ഷെ ഒരു കാലത്ത് അതൊരു സാമൂഹിക സ്ഥാപനമായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് അതൊരു ഈ റിച്വൽ ഫോം എന്ന് മാറി അത് വലിയൊരു സാമൂഹിക സ്ഥാപനമായി മാറുകയും ആളുകളെ വർഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്വമായിട്ട് മാറുകയും ആളുകളെ ഈ ജാതിയുടെ, അംബേദ്കർ പറഞ്ഞു ജാതിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അസെൻഡിങ് ദ സ്കെയിൽ ഓഫ് റെഫറൻസ് ആൻഡ് ഡിസെൻഡിങ് ദ സ്കെയിൽ ഓഫ് കണ്ടംപ്റ്റ്. ആ ഇതിന്റെ മുകളിലേക്ക് കയറുന്നതോടുകൂടി ആളുകളുടെ ബഹുമാനം കൂടുകയും താഴേക്ക് പോകുന്നതോടുകൂടി ആളുകളെ ഷെയിം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. അതല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അസെൻഡിങ് സ്കെയിൽ ഓഫ് ഹേട്രഡ് ആൻഡ് ഡൗൺവേർഡ് സ്കെയിൽ ഓഫ് കണ്ടംപ്റ്റ്. ആളുകളുടെ ഈ അർത്ഥത്തിൽ ആളുകളെ കാണുന്ന ഒരു ഗ്രേഡഡ് ഇനീക്വാലിറ്റി ആണ് ജാതി എന്ന് പറയുന്നത്. ആ ജാതിയുടെ മറ്റൊരു വളരെ ഒരു പ്രത്യേകത അപരനെ തന്നെ പൂർണ്ണമായും നിഷേധിക്കുക എന്നുള്ളതാണ് ജാതിയിലെ സെൽഫ് ആർക്ക് മാത്രമാണ്? ഒരു ബ്രാഹ്മൺ സെൽഫിന് മാത്രമാണ് നിലനിൽക്കാനുള്ള അർഹതയുള്ളൂ. ഇപ്പൊ യൂറോപ്പിൽ അപരനെ കാണും, അപരനെ എങ്ങനെ എൻകൗണ്ടർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു മുസ്ലിമോ ഒരു മൈഗ്രന്റോ വന്നാല് അയാൾ ആരാണ് എന്താണെന്നുള്ള ഡൗട്ട് അവിടെ ഉണ്ട്. ഇന്ത്യയിൽ അപരന്റെ സാന്നിധ്യം തന്നെ അല്ല. അതുകൊണ്ടാണ് മുമ്പ് ഇന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഒരു പത്രക്കാരനോട് പറഞ്ഞത്, അത്രയും 2000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ കലാപത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുമ്പില് ചെറിയൊരു പട്ടി കാറിന്റെ മുന്നിൽ പെട്ടാല് നമ്മളത് ശ്രദ്ധിക്കൂലല്ലോ, നമ്മളെ വണ്ടി എടുത്ത് പോകും. ആ കാരണം എന്താ വെച്ചാൽ അപരന്റെ സാന്നിധ്യം പോലും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപരൻ മറ്റൊരാൾ തങ്ങളുടെ കൂടെ ഉണ്ടാകുകയാണെങ്കിൽ അവരുടെ പ്രസൻസ്, ഒരു ബ്രാഹ്മണിക്കൽ സവർണ
പ്രസൻസ് അവരെപ്പോഴും ഉണ്ടാക്കിയെടുക്കുക മറ്റൊരാളെ നിഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ വയലൻസിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം അതിൽ വരുന്നത്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, കാണായ്മ, അല്ലെ, കണ്ടാൽ തന്നെ അശുദ്ധി, തൊട്ടാൽ അശുദ്ധി. അതായത് അപരന്റെ ഒരു സാന്നിധ്യം തീർത്തും ഇല്ലാത്ത ഒരു സാമൂഹികതയാണ് അവര് സ്വപ്നം കാണുന്നത്. മറ്റുള്ളവര് ബൈ ബർത്ത് ഇറ്റ് സെൽഫ് അവര് മ്ലേച്ഛന്മാരോ ദുഷ്ടന്മാരോ അസുരന്മാരോ ഒക്കെയായി മാറുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ ഒരു 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 പ്രിൻസിപ്പിളാണ് ജാതിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ജാതിയുടെ പ്രിൻസിപ്പിള് അങ്ങനെ മാത്രം നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ജാതിബോധം എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ ഗ്രേഡിനും ഈ ജാതിബോധത്തിന്റെ ലക്ഷണങ്ങൾ അത് കാണിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അപരവിദ്വേഷം എന്ന് പറയുന്നതും അപരനെ നിഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ സ്ഥാപിച്ചെടുക്കുക, മറ്റുള്ളവരെ കൊന്നുകൊണ്ടാണ് സ്വന്തം സെൽഫിനെ സ്ഥാപിക്കുന്നത്. അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേലിലുള്ള ഇറൈസർ, മറ്റു സാംസ്കാരിക ചിഹ്നങ്ങളെ ഇറൈസ് ചെയ്തുകൊണ്ടും അവരെ മാറ്റി നിർത്തിക്കൊണ്ടുമാണ് തങ്ങളെ സ്ഥാപിക്കേണ്ടത് എന്നതാണ് ഇവരുടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവം. അവിടുന്ന് മാറി കൊളോണിയൽ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഒരു നാഷണൽ സ്റ്റേറ്റ് ആകുന്നതോടുകൂടി ജാതിക്ക് ഒരു ഹിന്ദു മെജോറിറ്റേറിയനിസത്തിന്റെ സ്വഭാവം കൂടി കൈവന്നു എന്നുള്ളതാണ്. അതായത് ജാതി കേവലം റിച്വൽ ഫോമോ അതല്ലെങ്കിൽ ഒരു ഗ്രേഡഡ് ഇനീക്വാലിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ജാതി ഇന്ന് ഇന്ത്യയുടെ ബോഡി പൊളിറ്റിക്കിനെ, ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടനയെ നിർണയിക്കുന്ന ഒരു സിദ്ധാന്തമായിട്ട് പരിവർത്തിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം. ഒരുപക്ഷെ ഞാൻ അതിന്റെ ചരിത്ര വസ്തുതകളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഈ ജാതി എന്ന് പറയുന്ന ജാതിയുടെ വരേണ്യ സങ്കല്പങ്ങൾ നമ്മുടെ നേരത്തെ പറഞ്ഞ രാഷ്ട്രഘടനയിലേക്ക് തന്നെ സ്ഥാപിക്കപ്പെടുകയും ജാതി ബോധ്യത്തിന്റെയും ജാതി വരേണ്യതയും ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സോഷ്യൽ ഡെമോക്രസി സ്ഥാപിതമാവാതെ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രം സ്ഥാപിതമായിട്ടുള്ള ഒരു രാഷ്ട്രമായതുകൊണ്ടുള്ള ഒരു അവസ്ഥ കൂടിയാണത്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഒരു പെർമനന്റ് മെജോറിറ്റി എന്ന് പറയുന്ന സവർണ ജാതികൾ, മേലാള ജാതികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഹിന്ദു സെൻസിബിലിറ്റി, അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ഹിന്ദു സെൻസിബിലിറ്റി അതൊരു മെജോറിറ്റി ആയി നിൽക്കുകയും മറ്റുള്ള ശബ്ദങ്ങളെ മുഴുവനും എപ്പോഴും അത് പലപ്പോഴും വർഗീയതയായിട്ടോ അതല്ലെങ്കിൽ ജാതീയതയായിട്ടോ ഒക്കെ പറയും. ആരാണ് ഇന്ത്യയിലെ ദേശീയവാദികൾ? നരേന്ദ്രമോദി ദേശീയവാദിയാണ്, അമിത്ഷാ ദേശീയവാദിയാണ്, അല്ലെ? അപ്പോ സംവരണത്തിനെ കുറിച്ച് പറയുന്ന അംബേദ്കറോ അല്ലെങ്കിൽ അയ്യങ്കാളിയോ സഹോദരൻ അയ്യപ്പനോ ആരാണ്? അവര് ജാതിവാദികളായിട്ടാണ് പറയുന്നത്. ഇത് BJP മാത്രമല്ല, അക്രോസ് എല്ലാ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള ആളുകൾ ഇതേ ഒരു ഐഡിയ ഷെയർ ചെയ്യുന്നുണ്ട്. ഡെമോക്രസിയെ കുറിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരാണ്? പൗരത്വത്തിനെ കുറിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരാണ്? മുസ്ലിങ്ങളായിരിക്കും, മുസ്ലിം മൈനോറിറ്റി ആയിരിക്കും, അതല്ലെങ്കിൽ അതുപോലുള്ള മൈനോർ കമ്മ്യൂണിറ്റികളായിരിക്കും. പക്ഷേ അവരാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സെപ്പറേറ്റിസ്റ്റുകളും വിഘടനവാദികളും ആന്റി നാഷണൽ ആയിട്ട് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അംബേദ്കർ സൂചിപ്പിക്കുന്ന ഒരു സൂചന എന്താന്ന് വെച്ചാൽ, ഈ ജാതി ഒരു ഹിന്ദു മെജോറിറ്റേറിയനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടതോടുകൂടി സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഈ മെജോറിറ്റി സെക്യുലർ ആണ്, അവരാണ് നോർമൽ എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുകയും മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അത് കമ്മ്യൂണലാണ്. അതല്ലെങ്കിൽ മെജോറിറ്റിയുടെ ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഒരു ദൈവിക അവകാശം പോലെ കാണുകയും മറ്റുള്ളവരുടേത് അവകാശങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു ഡീഗ്രേഡഡ് ആയിട്ടോ അതല്ലെങ്കിൽ അതിന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കമ്മ്യൂണലായിട്ടോ ജാതിവാദമായിട്ടോ ഒക്കെ കാണുന്ന ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നതും ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നതും ഈസ് ഈക്വൽ ടു ഭൂരിപക്ഷവാദം, ഹിന്ദു മെജോറിറ്റേറിയനിസത്തിന്റെ വാദങ്ങളാണ് എന്നുള്ള സമീകരണങ്ങൾ വന്നു.
നമ്മൾ ആലോചിച്ച് നോക്കി, ഏറ്റവും വലിയ പ്രോഗ്രസീവായിട്ട് പറ നിൽക്കുന്നത് ആരാ? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അമിത്ഷാ ആണ്, മോഡിയാണ് ഏറ്റവും വലിയ പ്രോഗ്രസീവ്. അതല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിലൊക്കെ RSSന്റെ പ്രതിനിധികൾ പറയുന്നത്, ഗ്യാൻവാബി കോടതി തീരുമാനിക്കട്ടെ, നിങ്ങൾ എന്താണ് നിയമത്തെ ബഹുമാനിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യം എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ബോഡി പൊളിറ്റിക്ക് ജാതിബന്ധിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശരീരമായിട്ട് മാറുകയും ഹിന്ദു മെജോറിറ്റേറിയനിസം ഒരു പൊളിറ്റിക്കൽ ഐഡിയലായിട്ട് മാറുകയും അതിൻ്റെ അപരവിദ്വേഷവും അപരനെ നിഗ്രഹിക്കാനുള്ള വാസനയും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി പ്രകടമാക്കുകയും ചെയ്തു എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അംബേദ്കർ മാത്രമല്ല, പെരിയാർ, കേരളത്തിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ, ഒരുപാട് ആളുകൾ ഈ ഒരു അപകടത്തെക്കുറിച്ച് മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അബുല്ലാല മൗദൂദി എന്ന് പറയുന്ന സൗത്ത് ഏഷ്യയിൽ ജീവിച്ചിരുന്ന പണ്ഡിതൻ ഒരു ഇന്ത്യൻ ദേശീയതയും അതുപോലെ തന്നെ ഹിന്ദു ദേശീയതയും ഒരേ മാതിരി ആവുന്നതിനെ കുറിച്ചുള്ള സൂചനകളെ കുറിച്ചാണ് നേരത്തെ അതിൽ സൂചിപ്പിച്ചത്. അങ്ങനെ നമ്മളിപ്പോ എവിടെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാല്, നമ്മൾ ഇന്ന് ഈ ഹിന്ദു സൂപ്പർമാസിസ്റ്റ് സ്റ്റേറ്റിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്താണ് ഒരു ഹിന്ദു രാഷ്ട്ര എന്ന് പറഞ്ഞാല്? ഒരു ജാതി, ഒരു സിവിലൈസേഷൻ, ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു ജാതി, ഒരു സിവിലൈസേഷൻ എന്നുള്ള അർത്ഥത്തിൽ, ഒരു ലാംഗ്വേജ് എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു ഹിന്ദു സൂപ്പർമാസിസ്റ്റ്, സൂപ്പർ റേസിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ഗോൾവാൾക്കർ, നിങ്ങൾക്കറിയാം, RSSന്റെ ഫൗണ്ടിങ് ആയിട്ടുള്ള ഒരു ആചാര്യനാണ്. അദ്ദേഹം ഈ സ്റ്റേറ്റ്, ഹിന്ദു സൂപ്പർമാസിസ്റ്റ് സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. The foreign races in Hindustan must either adopt Hindu culture and language, must learn to respect and hold in reverence Hindu religion, must entertain no ideas but those of glorification of Hindu race and culture, or may stay in the country wholly subordinated to the Hindu nation, claiming nothing. നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ അവകാശവും ഹിന്ദു രാഷ്ട്രത്തിലില്ല. Claiming nothing, deserving no privileges, far less any preferential treatment, not even citizens' right. പൗരാവകാശം പോലും ഈ ഹിന്ദു സൂപ്പർമാസിസ്റ്റ് റേസ് സ്റ്റേറ്റിൽ ഇല്ല എന്നുള്ളത് വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗോൾവാൾക്കർ പറഞ്ഞു. എന്ന് മാത്രമല്ല, അങ്ങനെ അവകാശങ്ങൾ ചോദിക്കുന്നവരെ ഈ മണ്ണിനോട് ചേർക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി ബില്ല് മുതൽ ഇതുപോലുള്ള ഇപ്പൊ നടക്കുന്ന വിവാദങ്ങളൊക്കെ ഇലക്ഷൻ ടാക്ടിക്സ് എന്നതിനപ്പുറം ഒരു ഹിന്ദു സൂപ്പർമാസിസ്റ്റ് സ്റ്റേറ്റിന്റെ അപരനിഗ്രഹത്തിന്റെ പടികളാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറൻസിനെ, വ്യത്യസ്തതകളെ മാനിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഫൗണ്ടേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അംബേദ്കറെ കോട്ട് ചെയ്തു, മൗദൂദിനെ തന്നെയാണ് ഇവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മൗദൂദി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇന്ത്യ ഒരിക്കലും ഒരു നാഷൻ ആയിരുന്നില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ ഈ ഒരു കോലത്തിലായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. നേരത്തെ നമ്മൾ കേരളത്തിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് വേറെയാണ്, മലബാർ വേറെയാണ്, അല്ലെ? അവിടെയൊക്കെ പല രീതിയിലുള്ളതാണ്. ഒരിക്കലും തന്നെ ഓരോ സബ് നാഷണാലിറ്റീസിനും ഇന്ത്യയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓരോ സാമൂഹ്യ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൗദൂദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറേറ്റഡ് ഒരു പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിഫറൻസുകളെയൊക്കെ മാനിച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യയാണ് സ്ഥാപിതമാവേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം അതല്ല നടന്നത്. നേരത്തെ പറഞ്ഞ ഒരു സൂപ്പർമാസിസ്റ്റ് ഹിന്ദു സ്റ്റേറ്റിന്റെ പൂർണ്ണകായ രൂപം നമ്മുടെ മുമ്പിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ നമ്മുടെ ഫ്രട്ടേണിറ്റിയുടെ പ്രിൻസിപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു ഇൻകംപ്ലീറ്റ് സിറ്റിസൺഷിപ്പാണ് ഇന്ത്യന്റെ പ്രശ്നം. പക്ഷെ ഇപ്പൊ ഇൻകംപ്ലീറ്റ് സിറ്റിസൺഷിപ്പ് അല്ല, നിങ്ങൾ പൗരന്മാരെ അല്ല. ഇന്ത്യയിലെ ഗോൾവാൾക്കറുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഹിന്ദു പെർവ്യൂവിൽ വരാത്ത ഒരാൾക്കും പൗരത്വത്തിന്റെ അവകാശം കൂടിയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് രാജ്യം വളർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്യാൻവാബിയുടെ ആർക്കും ഒരു പ്രശ്നമില്ലാത്തത്. എത്രയോ മുസ്ലിം പൗരന്മാർ കൊല ചെയ്യപ്പെടുമ്പോൾ അത് പ്രശ്നമില്ലാത്തത്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അയാൾക്കെതിരെ കേസ് വരുന്നത്.
ഇതൊക്കെ ഒരു പ്രശ്നമില്ലാതെ മാറുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റി എന്ന മൂവ്മെന്റിന് ഇപ്പൊ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എങ്ങനെയാണ് ഇനി ഫ്രട്ടേണിറ്റി ഉണ്ടാക്കിയെടുക്കുക? ഫ്രട്ടേണിറ്റി മുംബൈ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. അപ്പൊ ഹർഷ് മന്ദിർ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് ദർദ് കാ റിഷ്ത. ഇന്ത്യയിൽ ഒരുപക്ഷെ ഈ സൂപ്പർ മാസിസ്റ്റുകളുടെ അവർക്ക് ഒരു പക്ഷേ ഈ വേദനയൊന്നും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വേദന മനസ്സിലാക്കാവുന്ന, വേദനയുടെ ഒരു റിലേഷൻഷിപ്പ്, സഫറിങ്ങിന്റെ ഒരു റിലേഷൻഷിപ്പ് ഇന്ത്യയിൽ ഈ ഹിന്ദു സൂപ്പർ മാസിസ്റ്റ് റിജീമിന്റെ വേദനയുടെ അനുഭവിക്കുന്ന, അതിന്റെ സഫറിങ് അനുഭവിക്കുന്ന അവരുടെ ഒരു കൂട്ടായ്മ, അതാണ് ദർദ് കാ റിഷ്ത. അതാണ് പുതിയ ഫ്രട്ടേണിറ്റിയുടെ ഒരു ഒന്നാമത്തെ ഒരു തലം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ദർദ് കാ റിഷ്ത ആണ് ഇന്ത്യയിലുള്ള. ഞാൻ പറഞ്ഞ ഫ്രട്ടേണിറ്റി അവിടെയാണ്. നമുക്ക് നാം വേദനിക്കുന്ന വേദന അപരനും മറ്റൊരാളും വേദനിക്കുന്നുണ്ട് എന്നും അവരെല്ലാവരും കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സാമൂഹികമായിട്ടുള്ള അവസ്ഥ. അവിടെ നമുക്ക് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു ഡിഗ്നിറ്റിയെ മുൻനിർത്തി, നേരത്തെ പറഞ്ഞു അംബേദ്കറിനെ പറഞ്ഞിട്ടുണ്ട്, ഫ്രട്ടേണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡിഗ്നിറ്റി ഉണ്ടാവുള്ളൂ. അതല്ലാത്തടത്തോളം കാലം ഒരു കൂട്ടര് മേലാളരും മറ്റൊരു കൂട്ടര് ഒരു സെക്കൻഡ് ക്ലാസ് പൗരനുമായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രട്ടേണിറ്റി സ്ഥാപിതമാവാൻ ഈ സഫറിങ്ങിനെ, പെയിനിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു റിഷ്ത നമുക്ക് സ്ഥാപിതമാകാൻ പറ്റണം. അതില് ആരൊക്കെയാണോ ഹിന്ദുത്വ സൂപ്പർ മാസിസ്റ്റ് റിജീമിന്റെ ക്രൂരതകൾക്ക് വിധേയമായി മാക്കിക്കൊണ്ടിരിക്കുന്നത്, അവരെ മൊത്തം ഒരുമിച്ച് കൂട്ടാനും അവരോടൊപ്പം നിൽക്കാനും അങ്ങനെ ഒരു ഭാവിയെ നമുക്ക് സ്വപ്നം കാണാനും പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതിൽ നമ്മളൊരു ഐഡിയൽ, നേരത്തെ പറഞ്ഞ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ, മൈത്രിന്റെ ഒരു ഐഡിയൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ പരസ്പരം അംഗീകരിച്ചു തുടങ്ങുക, വ്യത്യസ്തതകളെ മാനിച്ചു തുടങ്ങുക, സ്നേഹിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആക്ട് മാത്രമല്ല. ബെൽ ഹൂക്സ് എന്ന് പറയുന്ന ബ്ലാക്ക് ചിന്തക പറഞ്ഞതുപോലെ, ദ മൊമെന്റ് വി ചൂസ് ടു love, we begin to move towards freedom, to act in way that liberate ourselves and others. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ഫ്രട്ടേണൽ മൊമെന്റ് ആയി മാറുമ്പോൾ അത് ഒരു പുതിയ രീതിയിലുള്ള ഇൻസർജന്റ് പൗരനെ, അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലവിലുള്ള ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഇൻസർജന്റ് പൗരനെ സൃഷ്ടിക്കും. ആ ഇൻസർജന്റ് പൗരൻ നേരത്തെ പറഞ്ഞ മാതിരി ഇൻകംപ്ലീറ്റ് ഒരു പുതിയ പൗരത്വത്തിന്റെയും പുതിയ രാഷ്ട്രത്തിന്റെയും സങ്കല്പങ്ങൾ അവർ സമർപ്പിക്കും. ദ റിസർജന്റ് പീപ്പിൾ ഹാവ് ക്ലെയിം ദ പവർ ടു ലോഞ്ച് സംതിങ് അൺപ്രസിഡന്റ് ബൈ റീകോളിംഗ് ദ എത്തിക്സ് ഓഫ് ജസ്റ്റിസ്. നീതിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ഇൻസർജന്റ് പൗരന് പ്രവർത്തിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, ഇൻസർജന്റ് പൗരൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഈ രാഷ്ട്രത്തിന്റെ ഹേട്രഡിനെ മുൻനിർത്തി അപരനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രഘടനയെ ഫ്രട്ടേണൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കുകയും, ഒരുപക്ഷെ മുമ്പ് തന്നെ പലരും നിങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നീതിയെ പുനഃസ്ഥാപിക്കുന്ന ഒരു റിപ്പബ്ലിക് തന്നെ നമുക്ക് പുനഃസ്ഥാപിക്കുവാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേസിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻസർജന്റ് സിറ്റിസൺഷിപ്പ് ഇൻ ദിസ് ഇൻസ്റ്റൻസ് ക്യാൻ ബി സീൻ ടു ഹാവ് emerged from a specific set of social condition and the need to generate alternative future political, economic and social structures. നിലനിൽക്കുന്ന ഈ ഒരു ഫാസിസ്റ്റ് സൂപ്പർ മാസിസ്റ്റ് സ്റ്റേറ്റിന് പകരം നമുക്ക് മൈത്രിയെ മുൻനിർത്തി, ബന്ധുതയെ മുൻനിർത്തി, സ്നേഹത്തെ മുൻനിർത്തി പുതിയൊരു സാമൂഹിക രാഷ്ട്രീയ ഘടനയെ പണിതെടുക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ്, ഒരു സന്ദർഭം കൂടിയായിട്ടാണ് ഫ്രട്ടേണിറ്റി ഈ ഒരു ചരിത്ര സന്ദർഭത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡിഫറൻസുകളെ മാനിക്കണം. നമുക്ക് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ നാം നമ്മുടെ സുഖത്തിന് ആചരിക്കുന്നത് അപരനു കൂടി സുഖമായി ഭവിക്കണം എന്നുള്ള ചിന്ത, അപരനെ കുറിച്ചുള്ള ഒരു കരുതലും ചിന്തയും ഒക്കെയുള്ള ഒരു രാഷ്ട്രഘടന, ഒരു സാമൂഹിക ഘടന സ്ഥാപിതമാവണം. അങ്ങനെ സ്ഥാപിതമാവുക എന്നുള്ളതായിരിക്കണം ഫ്രട്ടേണിറ്റിയുടെ ഒരു ഐഡിയൽ എന്ന് പറയുന്നത്. ആ ഒരു ഫ്രട്ടേണൽ സോഷ്യൽ സിസ്റ്റം, ആ ഒരു ഫ്രട്ടേണൽ എക്കണോമിക് സിസ്റ്റം, ആ ഒരു ഫ്രട്ടേണൽ സാംസ്കാരിക സ്ഥലം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇന്ന് ഇന്ത്യ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റേസിസത്തിന്റെയും ജാതി
ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപരനെ കാണാൻ പറ്റുള്ളൂ. അപരനെ കാണാൻ പറ്റുന്ന ഒരു ദർശനത്തിന് മാത്രമേ, അപരനെ കാണാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ ഈ ലോകത്തിൻ്റെ വേദനകളെ മനസ്സിലാക്കി ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫ്രട്ടേണിറ്റി ഒരു മൂവ്മെന്റ് എന്ന നിലയ്ക്ക് ആ ഒരു സ്പേസിലേക്കാണ് പോവേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ഹലോ. തുടർന്ന് നമ്മോട് ഇസ്ലാമോഫോബിയ റെപ്രസെൻറ്റേഷൻ എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മുൻ ദേശീയ പ്രസിഡന്റ് ഷംസീർ ഇബ്രാഹിം സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സെഷന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് തന്നെ അതിൽ നിങ്ങൾക്ക് ഈ ഫ്രറ്റേണിറ്റിയുടെ ഇമാജിനേഷൻസ്, അതേപോലെ തന്നെ ലെൻസ് എന്നുള്ളൊരു വാക്ക് കാണാൻ പറ്റും. അപ്പോൾ ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യത്തെ ലെൻസ് അങ്ങനെയാണല്ലോ, നമ്മൾ ലെൻസിലൂടെ നോക്കുക. ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ സെഷൻ അങ്ങനെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം പല രീതിയിൽ ആളുകൾ കാര്യങ്ങൾ നോക്കിക്കാണും. അപ്പം നമ്മുടെ ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന നമ്മുടെ ഈ മൂവ്മെന്റ് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നമുക്കിടയിൽ ഒരു വിഷയം നടന്നാൽ അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും ഒരു കൃത്യതയും വ്യക്തതയും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ സാദിഖ് സൂചിപ്പിച്ച രണ്ട് വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും, ഉദാഹരണത്തിന് കാസ്റ്റിസം, അതല്ലെങ്കിൽ സെക്യുലർ കമ്മ്യൂണൽ എന്ന് പറയുന്ന ബൈനറി എന്ന ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതകൾ നമ്മൾ പഠിക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ തന്നെയും വളരെ കൺഫ്യൂസ്ഡായി പ്രതികരിക്കുന്ന മേഖലകളാണ്. ഈ ബാബരി അല്ലെങ്കിൽ ഗ്യാൻവാപ്പി വിഷയത്തിൽ നമുക്ക് ആ കൺഫ്യൂഷൻ കാണാൻ പറ്റും. ഓരോ വിഷയത്തിലും കാണാൻ പറ്റും. അപ്പൊ ഇതിലൊരു കൃത്യത ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്ന് ഈ രണ്ട് ടോപ്പിക്കിന് ശേഷം ഒന്ന് ഇസ്ലാമോഫോബിയയും രണ്ടാമത്തേത് റിസർവേഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള സംഗതിയാണ്. ഇപ്പൊ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി കുറച്ചധികം വിസിബിലിറ്റി, കുറച്ചധികം ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ്, ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നമാണ്. ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്തുണ്ട്, ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമുണ്ട്. വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള പാർട്ടികൾ ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ വിരുദ്ധ നിയമനിർമ്മാണം നടത്തണം എന്ന ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമോഫോബിയയെ ഈ അടുത്ത കാലം വരെയും മുഖ്യധാര നമ്മുടെ നാട്ടിലുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ അഭിമുഖീകരിക്കുവാനോ അംഗീകരിച്ചു തരുവാനോ സന്നദ്ധമായിട്ടിരുന്നില്ല. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകും, ഈ JNUവിലെ SFI പോലെയുള്ള സംഘടനകൾ ഇസ്ലാമോഫോബിയയെ കുറിച്ച് അവിടെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സംസാരിച്ചപ്പോൾ എന്താണ് SFI പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമോഫോബിയ എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അത് വെറും ഒരു അക്കാഡമിക് ജാർഗൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയാണ് അവർ ചെയ്തത്. അപ്പൊ ജാർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർഗ്രാഹ്യമായ ഒരു സംഗതി എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പച്ച മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. ഇസ്ലാമോഫോബിയ ഒരു വിഷയം നിങ്ങൾക്കിടയിൽ നടന്നിട്ട് അതൊരു ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സംസാരം നടത്തുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു സംഗതി ഈ അടുത്ത കാലത്ത് പറഞ്ഞു. CPMന്റെ ചില MLA മാർ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഒരു സംഗതി കേൾക്കുമ്പോൾ അതൊരു ഇസ്ലാമോഫോബിക് റിമാർക്സ് ആണ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ആകുക എന്ന ഒരു സംഗതി പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് എന്താണ് ഇസ്ലാമോഫോബിയ എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അതെന്തല്ല എന്ന് മനസ്സിലാക്കലും പ്രധാനമാണ്.
അപ്പൊ ഇസ്ലാമോഫോബിയ എന്നുള്ളത് നമ്മൾ നേർക്കുനേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം, ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി. ഫോബിയ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സാധാരണ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത് മലയാളത്തിൽ എന്താണ്? ഭയം എന്നുള്ളതാണ്. അപ്പൊ നേർക്കുനേരെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇസ്ലാമിനോടും മുസ്ലിം സമൂഹത്തോടുമുള്ള ഒരു ഭയം, ഇതാണോ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ. ഭയത്തിന്റെ ഒരു പ്രശ്നമല്ല അത്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇസ്ലാമോഫോബിയ എന്നുള്ളതാണ്. ഇസ്ലാമോഫോബിയ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ അതിനെ നോക്കിക്കാണാവുന്നതാണ്. ഒന്ന്, ഇവിടെ മുമ്പത്തെ സ്ലൈഡ് എടുത്ത് നോക്കിയാൽ, പ്രീവിയസ് സ്ലൈഡ് എടുത്തു നോക്കിയാൽ, ഇത് ഗ്ലോബലി തന്നെ നൽകപ്പെട്ടിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഇപ്പോൾ ഡെഫിനിഷൻ വളരെ പ്രധാനമാണ്. കാരണം എന്താ, നിങ്ങൾക്കൊരു ഇസ്ലാമോഫോബിയ വിരുദ്ധ നിയമനിർമ്മാണം ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് വിചാരിക്കും. ഇന്ത്യയിലെ പാർലമെന്റ് ചർച്ച ചെയ്യണം, നമുക്ക് ഇസ്ലാമോഫോബിയക്കെതിരെ നിയമം നിർമ്മിക്കണം. അങ്ങനെ നിയമം നിർമ്മിക്കണമെങ്കിൽ പോലും എന്ത് വേണം, എന്താണ് ഇസ്ലാമോഫോബിയ എന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. എന്താണ് ഈ സംഗതി, എന്താണിത്? വളരെ അവ്യക്തമായിട്ട് ഇത് നിന്നിട്ട് കാര്യമില്ല. ഇതെന്താണെന്ന് മനുഷ്യന്മാർക്ക് തിരിയണം, വ്യക്തമാക്കി കൊടുക്കണം. അപ്പൊ അതിന്റെ നിർവചന ശ്രമങ്ങളിൽപ്പെട്ട, അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന നിർവചനങ്ങളിൽ ഒരു നിർവചനം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ ഈസ് എ കൈൻഡ് ഓഫ് റേസിസം ദാറ്റ് ടാർഗറ്റ്സ് എക്സ്പ്രഷൻസ് ഓഫ് മുസ്ലിംനെസ് ആൻഡ് പെർസീവ്ഡ് മുസ്ലിംനെസ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകൾ വരുന്നുണ്ട്. ഒന്ന് റേസിസമാണ്, രണ്ടാമത്തേത് മുസ്ലിംനെസ് എന്നുള്ളതാണ്, മൂന്നാമത്തേത് പെർസീവ്ഡ് മുസ്ലിംനെസ് എന്നുള്ളതാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അത് റേസിസമാണ്, അതൊരു വംശീയതയാണ്. വംശീയത എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തിരിയും അല്ലേ? പക്ഷെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വംശീയതയാണോ എന്ന് തിരിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. വംശീയത എന്ന് വെച്ചാൽ എന്താ? വംശീയത എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചിന്ത നേർക്ക് നേരെ പോവുക, ബ്ലാക്ക് വൈറ്റ് അല്ലെ, നിറത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അപ്പാർത്തീഡുകൾ, അതിന്റെ പേരിൽ കറുത്ത വർഗക്കാരോട് വെളുത്ത വർഗക്കാർ ചരിത്രത്തിൽ നടന്നിട്ടുള്ള വംശീയമായിട്ടുള്ള ധാരാളം ഏർപ്പാടുകൾ, വിവേചനങ്ങൾ, അനീതികൾ, കൂട്ടക്കൊലകളൊക്കെയാണ്. അപ്പോ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വംശീയതയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ദ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, മുസ്ലിംസ് എന്ന് പറയുന്നത് ഒരു വംശമാണോ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു വംശം, ഒരു റേസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അതുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു വംശമല്ല, അത് ഒരു മതപരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. അതിനൊരു വംശീയതയുടെ അല്ലെങ്കിൽ വംശത്തിൻ്റെതായിട്ടുള്ള ഒരു റൂട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതിന് റേസിസം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന വാദങ്ങൾ ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വംശമല്ലെങ്കിൽ കൂടിയും മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ വംശീയവൽക്കരിക്കപ്പെടുകയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അത് ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട ഏത് ഉദാഹരണങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ ഒരു പ്രത്യേക വംശമായി ഈ വംശീയത അടിച്ചേൽപ്പിക്കുന്ന ശക്തികളും ആശയങ്ങളും കാണുകയാണ്. മുസ്ലിങ്ങൾ വംശമല്ലെങ്കിൽ കൂടിയും അങ്ങനെ അവരുടെ മേൽ അനീതികളും വിവേചനങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. ഈ വംശീയത ഉന്നം വെക്കുന്നത് ഒന്നാമത്തേത് മുസ്ലിംനെസ്സിനെയാണ്. മലയാളത്തിൽ വേണമെങ്കിൽ മുസ്ലിമത്വം എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിമത്വം എന്ന് പറയുമ്പോൾ മുസ്ലിമിൻ്റെതായിട്ടുള്ള പലതരം ചിഹ്നങ്ങൾ, അടയാളങ്ങൾ. ഉദാഹരണത്തിന് താടി, പുരുഷന്മാരുടെ താടി എന്ന് പറയുന്നത് മുസ്ലിംനെസ്സിന്റെ ഒരു എക്സ്പ്രഷനാണ്. സ്ത്രീകളുടെ ഹെഡ് സ്കാർഫ്. ബിരിയാണി, ഇപ്പൊ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുസ്ലിങ്ങളുടെ ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള, അവരുടെ ആത്മീയ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഒന്നും അല്ലെങ്കിൽ കൂടിയും ഇന്ത്യയിൽ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് നേർക്ക് നേരെ മുസ്ലിങ്ങളുമായി കണക്റ്റഡ് ആകുകയാണ്. അപ്പൊ ഇത്തരത്തിൽ പിന്നെ അത്തർ, ഒരു ഉദാഹരണം പറയാണ്, അത്തറും മുസ്ലിങ്ങളുടെ ഇസ്ലാമിക ദൈവശാസ്ത്രവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് വെച്ചാൽ അത് വേറെ വിഷയമാണ്. പക്ഷെ അത്തർ എന്ന് പറയുമ്പോൾ നേരെ ഒരു മുസ്ലിംനെസ്സുമായിട്ടാണ് അതിനെ കണക്റ്റഡ് ആക്കുന്നത്. ഇപ്പൊ മലപ്പുറം ഒരു മുസ്ലിംനെസ്സുമായി കണക്റ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ മുസ്ലിംനെസ് എന്ന് പറയുമ്പോൾ അതിൽ ഫുഡ്, ഡ്രസ്സ്, കൾച്ചർ, ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഹലാൽ, എന്താണ് ഹറാം എന്ന് അറിയാത്ത ആൾക്ക് പോലും എന്തറിയാം, ഹലാൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മുസ്ലിംനെസ് അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. ഈ മുസ്ലിംനെസ്സിനെയാണ്
ഇസ്ലാമോഫോബിയ ടാർഗറ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഹെഡ് സ്കാഫ് ആകാം, താടിയാകാം. ഒരു മനുഷ്യൻ വിശ്വാസപരമായി ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമെടുത്ത് പാൻ്റ് എടുത്ത് പോകുമ്പോൾ അതിനെ മുസ്ലിംനെസ്സായി കണക്റ്റഡ്, അത് റേസിസമായി മാറുന്നു. ബിരിയാണി ആകാം, മലപ്പുറം എന്ന സ്ഥലമാകാം, അത്തറാകാം, ഊതാകാം, ഇങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ. AR റഹ്മാൻ ആകാം, ഗസലാകാം, എന്തും ആകാം. ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ, അല്ലെങ്കിൽ പേഴ്സീവ്ഡ് മുസ്ലിംനെസ് എന്ന് പറഞ്ഞാൽ മുസ്ലിംനെസ്സുമായി ബന്ധമില്ലെങ്കിൽ പോലും മുസ്ലിംനെസ് ആയിട്ട് സമൂഹം പരിഗണിക്കുന്ന കാര്യങ്ങൾ. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ സിഖുകാർ എന്ത്, സിഖ് സമൂഹത്തിലെ പുരുഷന്മാർ ടർബൻ ധരിക്കാറുണ്ട്. ടർബൻ ധരിച്ചതിന്റെ പേരിൽ അവർ മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ട സിഖുകാർ ലോകത്തുണ്ട്. അപ്പൊ അതാണ് പേഴ്സീവ്ഡ് മുസ്ലിംനെസ്സുമായി നേർക്കുനേരെ കണക്റ്റഡ് അല്ലെങ്കിൽ പോലും അത് മുസ്ലിംനെസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് അറ്റാക്ക് ചെയ്യപ്പെടുക. അപ്പൊ ഒന്നുകിൽ മുസ്ലിംനെസ്സിനെ അല്ലെങ്കിൽ പേഴ്സീവ്ഡ് മുസ്ലിംനെസ്സിനെ ഉന്നം വെക്കുന്ന ഒരു തരം വംശീയതയെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഇത് ഒരു ഡെഫിനിഷൻ ആണെങ്കിൽ, രണ്ടാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ പൊതുവിൽ താടിയുള്ള ആളുകൾ അങ്ങനെ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഈ അടുത്ത് ശക്തിപ്പെട്ടു വരുന്ന ധാരാളം സംഗതികൾ ഉണ്ടെങ്കിൽ കൂടിയും പൊതുവിൽ നമ്മൾ ഉത്തരേന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ കുറച്ചുകൂടി നമുക്ക് വിസിബിൾ ആയ ഒരു ഇസ്ലാമോഫോബിക് എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഡെനയൽ ഓഫ് മുസ്ലിം പൊളിറ്റിക്കൽ സബ്ജക്റ്റ്. മുസ്ലിം രാഷ്ട്രീയ കർത്തൃത്വത്തെ നിരാകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഡിസിപ്ലിനിങ് ദ പോസിബിലിറ്റി ഓഫ് മുസ്ലിം ഓട്ടോണമി. മുസ്ലിം രാഷ്ട്രീയ സ്വയം നിർണയാധികാരത്തെ എന്ത് ചെയ്യുക, മെരുക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ABVPക്കെതിരിൽ എലക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു. SFI അവിടെ മുമ്പിൽ ഉണ്ട്, ASA എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അവിടെ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സംഘടനയുണ്ട്, MSF എന്ന് പറയുന്ന സംഘടനയുണ്ട്. അപ്പൊ അലയൻസ് ഉണ്ടാക്കണം, ഒരു ബ്രോഡ് അലയൻസ് ABVPക്കെതിരെ. അപ്പൊ എന്താണ് അവിടെ ചർച്ച നടക്കുകയാണ്. SFI വളരെ ആദ്യം തന്നെ മുന്നോട്ട് വെക്കുന്ന കണ്ടീഷൻ എന്താണ്, ഫ്രറ്റേണിറ്റിയും MSFും മുന്നണിയിലുണ്ടെങ്കിൽ ഞങ്ങൾ ആ മുന്നണിയിലില്ല. അപ്പൊ ഫ്രറ്റേണിറ്റിയിലും MSFിലും മുസ്ലിം വിദ്യാർത്ഥികൾ ധാരാളമായി പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ്. അപ്പൊ ഫ്രറ്റേണിറ്റിയെയും MSFിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ABVPക്കെതിരിൽ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരിൽ പോരാടാം എന്ന് SFI പറയണം. എന്ന് വെച്ചാൽ മുസ്ലിം സമൂഹം ധാരാളമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കർത്തൃത്വം, അവരെ കുറിച്ച് തന്നെ രാഷ്ട്രീയം പറയുന്ന അത്തരം മുസ്ലിം പൊളിറ്റിക്കൽ സബ്ജക്റ്റിവിറ്റിയെ നിരാകരിക്കുക, അതിന് അംഗീകാരം നൽകാതിരിക്കുക. ഇന്ത്യയിൽ ഞാൻ പലപ്പോഴും പറയാനുള്ള ഉദാഹരണമാണ്, കേരളത്തിൽ നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിൽ BJP മാറ്റി നിർത്തുക, BJP ഒഴിച്ച് വർഗീയ പാർട്ടികൾ എന്ന തെറിവാക്ക് കേട്ട രാഷ്ട്രീയ സംഘടനകൾ ഏതൊക്കെയാണ് കേരളത്തിൽ? നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മുടെ മനസ്സിൽ കുറെ പാർട്ടികൾ വരും. അതിലൊരു പാർട്ടി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് ഈ അടുത്ത കാലം വരെയും CPMന്റെ നേതാക്കൾ വിളിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് PDP ആണ്. അബ്ദുൽ നാസർ മഅ്ദനി നേതൃത്വം നൽകുന്ന പാർട്ടി പലപ്പോഴും വർഗീയ പാർട്ടി എന്ന ആക്ഷേപം കേട്ടിട്ടുണ്ട്. മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ്, INL ആണ്. 1993 എൻ്റെ ഓർമ്മയിൽ INL രൂപീകരിക്കപ്പെട്ടത്. ഏതാണ്ട് 2 പതിറ്റാണ്ടോളം കാലം നിങ്ങൾ മതേതരത്വം തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് INLനെ ഇടതു മുന്നണിയിലെടുക്കാതെ പുറത്തു നിർത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് എടുത്തത്. നാലാമത്തെ പാർട്ടി എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിയെ പലപ്പോഴും ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വർഗീയ പാർട്ടി എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. അഞ്ചാമത്തെ പാർട്ടി എന്ന് പറയുന്നത് SDPI ആണ്. എന്നാൽ എന്താണ് ഈ 5 പാർട്ടികളുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 5 പാർട്ടികളിലും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ധാരാളമായി പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. അതേസമയം ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ധാരാളമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ്, കോട്ടയത്തൊക്കെ ഉള്ളത്. ആ പാർട്ടിയെ എപ്പോഴെങ്കിലും വർഗീയ പാർട്ടി എന്ന തെറി വിളിക്കുന്നതായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോ നേതാക്കളോ തെറി വിളിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഉത്തരേന്ത്യയിൽ പോയാൽ യാദവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ സോഷ്യൽ ബേസായി പ്രവർത്തിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവിന്റെ പാർട്ടി. ആ പാർട്ടിയെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയ സംഘടനയോ വർഗീയ പാർട്ടി എന്ന് എപ്പോഴെങ്കിലും വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ദലിത് ബഹുജൻ സമൂഹത്തിൽപ്പെട്ടവർ ധാരാളമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BSP എന്ന്, ബഹുജൻ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി. ദ്രാവിഡ ആശയവുമായി പ്രവർത്തിക്കുന്ന തമിഴ്നാട്ടിലെ DMKയും AIADMKയും പോലെയുള്ള പാർട്ടികൾ. ഈ പാർട്ടികളൊന്നും കേൾക്കാത്ത തെറിവിളിയാണ്
AIMIM പോലെയുള്ള അസദുദ്ദീൻ ഉവൈസി സാഹിബിന്റെ പാർട്ടി കേൾക്കുന്നത്, AIUDF പോലെയുള്ള ബദറുദ്ദീൻ അജ്മലിന്റെ രാഷ്ട്രീയ പാർട്ടി കേൾക്കുന്നത്, രാഷ്ട്രീയ ഉലമാ കൗൺസിൽ പോലെയുള്ള ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ എവിടെയൊക്കെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ധാരാളമായി ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷനും പൊളിറ്റിക്കൽ ഓർഗനൈസിങ്ങും നടത്തുന്നുവോ അവിടെയൊക്കെ അതിനെ നിരാകരിക്കുവാൻ ഇത് തീവ്രവാദ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്ന, അങ്ങനെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ കർത്തൃത്വത്തെ തന്നെ നിരാകരിക്കുന്ന ഒരു ഏർപ്പാട് ഇന്ത്യയിലും കേരളത്തിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞു സെക്യുലർ കമ്മ്യൂണൽ എന്നതിനപ്പുറത്ത് അത് യഥാർത്ഥത്തിൽ ഇവിടെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഒരു നിദർശനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട് ലോകത്ത് വന്ന പഠനങ്ങളിൽ, ഈ അടുത്ത കാലത്ത് വന്ന പഠനങ്ങളിൽ പലപ്പോഴും അതിന്റെ ഒരു പ്രതിസ്ഥാനത്ത് സംഘപരിവാറിനെയാണ് പ്രതിഷ്ഠിച്ച് കാണാറ്. എന്നാൽ സംഘപരിവാർ ഇസ് നോട്ട് ലിമിറ്റഡ് ടു സംഘപരിവാർ. സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഒബ്വിയസ്ലി സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഇസ്ലാമോഫോബിയയെ ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനും ചർച്ച ചെയ്യണം. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, CPM-ഉമായി ബന്ധപ്പെട്ട്, ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട്, ഇവിടുത്തെ ഇതര BJP വിരുദ്ധ പക്ഷത്തുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മതേതര സെക്യുലർ സമൂഹം എന്ന് നമ്മൾ പറയുന്ന സമൂഹം, ഈ സമൂഹത്തിൽ ഈ പാർട്ടികളിൽ ഈ ഒരു സ്ട്രക്ചറിനകത്ത് സംഘപരിവാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ കർത്തൃത്വവുമായി ബന്ധപ്പെട്ട അതിനെ നിരാകരിക്കുന്ന, അതിനെ ഒറ്റയടിക്ക് തള്ളിക്കളയുന്ന രീതിയിലുള്ള, ഇപ്പൊ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ക്യാമ്പസിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് അതാണ്. ഏറ്റവും അവസാനം മഹാരാജാസ് കോളേജിൽ വരെ നമ്മളത് കണ്ടു. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തട്ടം, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ കുറച്ചധികം ഒരു പാർട്ടിയിൽ ഉണ്ടായാൽ അതിനെ പെട്ടെന്ന് തന്നെ സൈഡ് ലൈൻ ചെയ്യുക, അതൊരു ഇസ്ലാമോഫോബിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നോഷൻ ഓഫ് കമ്മ്യൂണൽ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, നേരത്തെ സാദിഖ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു. കമ്മ്യൂണൽ എന്ന് വെച്ചാൽ വർഗീയം. കമ്മ്യൂണൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ പിന്നെ മുമ്പ് അത്ര മോശമായി ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കല്ലായിരുന്നു കമ്മ്യൂണൽ. കമ്മ്യൂണൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കമ്മ്യൂണൽ എന്ന് വെച്ചാൽ എന്താണ്? ആരെങ്കിലും പറയും? അതിന് മലയാളം എന്താണ്? കമ്മ്യൂണലിന്റെ മലയാളം എന്താ? സാമുദായികം ആണോ? മംഗലാപുരത്ത് കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടായി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വർഗീയം എന്നുള്ളതാണ്. സാമുദായികം എന്ന് ഷമീമ സക്കീറ പറഞ്ഞത്. സാധാരണഗതിയിൽ നിങ്ങൾ മംഗലാപുരത്തൊക്കെ ചോദിച്ചു എങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി അവർ കുറച്ചുകൂടി കമ്മ്യൂണൽ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വർഗീയം അങ്ങനെ ഉണ്ടല്ലോ, ഒരു അല്ലെങ്കിൽ സാമുദായികം എന്ന് വേണമെങ്കിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വാക്കിന് അർത്ഥം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് കോൺഗ്രസിനകത്ത് ധാരാളമായി പ്രവർത്തിച്ചിരുന്ന മുസ്ലിം നേതാക്കൾ ലക്നൌവിൽ നടന്ന ലക്നൌ ആണോ ഷിംലയാണോ എന്ന് എനിക്ക് അറിയില്ല, ചർച്ചയിൽ കോൺഗ്രസിനകത്ത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം അനുവദിക്കപ്പെടണം എന്നൊരു വാദം ഉന്നയിച്ചപ്പോഴാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുസ്ലിങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഡിമാൻഡ് ഉന്നയിച്ചപ്പോൾ അതിനെ കമ്മ്യൂണൽ ഡിമാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മതപരമായ ഒരു പ്രാതിനിധ്യത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയാണ്. പിന്നീടാണ് കമ്മ്യൂണൽ എന്ന് പറയുന്നത് ഒരു മോശം രീതിയിലേക്ക് ഇന്ത്യയിൽ പോകാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അവകാശവാദമാണ് അന്ന് മുസ്ലിങ്ങൾ ഉന്നയിച്ചത്. പക്ഷെ അതിന് പെട്ടെന്ന് എന്ത് ചെയ്തു? മുസ്ലിം സമൂഹം, മതപരമായ ഐഡന്റിറ്റി ഉള്ള ഒരു സമൂഹം, അവരുടെ റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ വളരെ പെട്ടെന്ന് കമ്മ്യൂണൽ എന്ന രീതിയിൽ അതിനെ ടാഗ് ചെയ്യുകയും അത് സമൂഹത്തിൽ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ആശയമാണ് എന്ന രീതിയിൽ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇവിടെയും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. കമ്മ്യൂണൽ പാർട്ടികൾ, കമ്മ്യൂണൽ എന്നാൽ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ സംഘടിക്കുകയോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയോ സമൂഹത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് സെക്യുലർ ആവുകയും, മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ഇങ്ങനെ ചെയ്താൽ അത് കമ്മ്യൂണൽ ആവുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇസ്ലാമോഫോബിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കുകയും, ഇപ്പോൾ നിങ്ങൾക്കറിയാം, അടുത്ത സ്ലൈഡ് നോക്കിയാൽ ഒരു സംഗതി നമ്മുടെ സമൂഹത്തിൽ നടന്നാൽ, നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന്, സമൂഹത്തിൽ നടന്നാൽ നമുക്ക് പെട്ടെന്ന് അത് ഇസ്ലാമോഫോബിയ ആണോ അല്ലേ എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CPM 2016-21 കാലഘട്ടത്തിൽ CPM-ന്റെ ചില നേതാക്കൾ നടത്തിയ പ്രസ്താവനകളാണിത്. 2017 ഏപ്രിൽ 18 മാധ്യമ ദിനപത്രത്തിൽ വന്ന വാർത്തയാണ്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയതയാണ് എന്ന് പറയുന്നത്
കടകംപള്ളി സുരേന്ദ്രൻ എന്ന CPM-ന്റെ സമുന്നതനായ നേതാവാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്ക്, ഗെയിൽ സമരം പിന്നിൽ മുസ്ലിം തീവ്രവാദികൾ. വിജയരാഘവൻ എന്ന CPM-ന്റെ നേതാവ് 2017 ഓഗസ്റ്റ് 22. പറവൂരിൽ മുജാഹിദ് പ്രവർത്തകരെ സംഘപരിവാർ ആക്രമിച്ചപ്പോൾ പോലീസ് മുജാഹിദ് സംഘടനയിൽപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തു. അന്ന് പിണറായി വിജയൻ എന്ന CPM-ന്റെ നേതാവ് പറയുന്നത് എന്താണ്? നിങ്ങൾ RSSന് മരുന്നിട്ട് കൊടുക്കരുത്. 2017 നമ്മുടെ ഹാദിയ വിഷയത്തിൽ നിരന്തരം ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഇടപെടണമെന്ന വളരെ പബ്ലിക്കായി ഡിമാൻഡ് ഉയർന്നു വന്നപ്പോൾ അന്ന് സെപ്റ്റംബർ 2017 MC ജോസഫൈൻ എന്ന അന്നത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് ഹാദിയുടെ കാര്യത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. 2018 ഏപ്രിലിൽ മലപ്പുറത്ത് അക്രമം നടത്തിയ ദേശീയവാദ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ സമരം മലപ്പുറം ജില്ലയിൽ സമരം നടത്തിയപ്പോൾ അന്നത്തെ CPM-ന്റെ നേതാവ് G സുധാകരൻ മലപ്പുറത്ത് അക്രമം നടത്തിയത് രാജ്യദ്രോഹികൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സെക്യുലർ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് സെക്യുലർ കമ്മ്യൂണൽ എന്ന ഒരു ബൈനറിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വായിച്ചു നോക്കിയാൽ, നമ്മൾ ഈ മാപ്പിള സഖാക്കൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിതിനെ വായിച്ചു നോക്കിയാൽ അവർക്കൊരു പ്രശ്നമുണ്ടല്ലോ, അവർ മുസ്ലിം ആയിരിക്കത്തിന് ഇതിലൊരു പ്രശ്നവും തോന്നില്ല. പക്ഷെ ആ ഫ്രെയിംവർക്കിന് പുറത്ത് നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞു ഇസ്ലാമോഫോബിയയുടെ ഫ്രറ്റേണിറ്റി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലെൻസ് വെച്ച് നിങ്ങളിങ്ങനെ വായിച്ചു നോക്കിയാൽ ഇതിൽ ഓരോന്നിലും ഉള്ളടങ്ങിയിട്ടുള്ള ഇസ്ലാമോഫോബിയ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അക്രമാസക്തമായ സമരം ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു അവസരത്തിൽ പോലും ആ സമരത്തെ തീവ്രവാദികളുടെ സമരമെന്നോ ഭീകരവാദികളുടെ സമരമെന്നോ കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വിശേഷിപ്പിച്ചിട്ടില്ല. ഇതിൽ ഓരോന്നിനും നമുക്ക് കൗണ്ടർ പാർട്ട് കാണാൻ പറ്റും. നേരത്തെ കാണിച്ച ഓരോ പ്രസ്താവനയിലും പലതരം സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരം സമരമോ ഇടപെടലോ നടത്തിയാൽ മുസ്ലിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തിയപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ വാസവൻ എന്നു പേരുള്ള കോട്ടയത്ത് നിന്നുള്ള CPM-ന്റെ ആ മന്ത്രി പോയിട്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് ചാപ്റ്റർ ക്ലോസ്ഡ് എന്നാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അത് അടച്ചുകൊണ്ട് അതിനെ നള്ളിഫൈ ചെയ്യാനുള്ള എഫേർട്ടുകൾ മതേതര പക്ഷത്ത് നിൽക്കുന്നു, CPM-നോട് BJP-യോട് നേർക്കുനേരെ പോരാടുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ, നമ്മൾ മതേതര പാർട്ടികൾ എന്ന് വിളിക്കപ്പെടുന്ന പാർട്ടികളുടെ അത്തരം സംഘടനകൾക്കുള്ളിൽ നിന്ന് തന്നെയും രൂപപ്പെട്ടു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ക്യാമ്പസിൽ SFIയുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. SFIയുടെ നിലവിളക്ക് സമരമൊക്കെ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത്, ഇപ്പോൾ PK അബ്ദുൾ റബ്ബ് എന്ന മന്ത്രി അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിലവിളക്ക് കൊളുത്തിടാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ ABVP-യേക്കാൾ മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നിലവിളക്ക് സമരം നടത്തിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടത് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ആണ്. അപ്പൊ അവര് പുലർത്തുന്ന ഒരു ഇസ്ലാമോഫോബിയ അത്രത്തോളാണ്. അവിടെ ജനാധിപത്യമോ സാംസ്കാരിക ജനാധിപത്യത്തെക്കുറിച്ചോ മറ്റോ SFIക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ഇസ്ലാമോഫോബിയെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇൻസിഡന്റ് നടന്നാൽ, ഒരു സംഭവം നടന്നാൽ, ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിക് ആവുന്നത് എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം നമുക്ക് ഇതിലൂടെ ആർജിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. റിസർവേഷൻ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ. അപ്പോൾ റിസർവേഷൻ എന്ന് പറയുന്ന സംവരണം, റെപ്രസെന്റേഷൻ എന്ന് ഇപ്പൊ കൂടുതലായിട്ട് റെപ്രസെന്റേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് റിസർവേഷനേക്കാളും. റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യം. അപ്പൊ റിസർവേഷനെ കുറിച്ചും റെപ്രസെന്റേഷനെ കുറിച്ചും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്തുകൊണ്ടാണ് കൂടുതലായി സംസാരിക്കുന്നത്? കേരളത്തിൽ ആദ്യമായിട്ട് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ച ഒരു വിദ്യാർത്ഥി യുവജന സംഘടനയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഡിമാൻഡ് ഇന്ത്യയിൽ കേരളത്തിൽ ഉന്നയിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒലിഗാർക്കിക് സിസ്റ്റമാണ്. ഒലിഗാർക്കി. ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, മോഹൻ ഗോപാൽ സർ, മോഹൻ ഗോപാലിനെ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ധാരാളമായി ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ഒലിഗാർക്കി എന്ന് പറയുന്നത്. ഒലിഗാർക്കി എന്ന് വെച്ചാൽ എന്താണ്? മൊണാർക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരൊറ്റ ആളുടെ ഭരണം, ഒരു വ്യക്തിയുടെ സമഗ്രാധിപത്യമാണ് മൊണാർക്കി എന്ന് പറഞ്ഞാൽ. ഒലിഗാർക്കി എന്ന് പറഞ്ഞാൽ
ഒരു കൂട്ടം ആളുകളുടെ മാത്രം മേധാവിത്വം, ആധിപത്യം എന്നുള്ളതാണ്. ഒരു കൂട്ടം പ്രഭുക്കളുടെ മേധാവിത്വം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന ഉണ്ടാകുമ്പോൾ അംബേദ്കർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇന്ത്യ സ്വതന്ത്രം, ഓക്കെ, ഇവിടുന്ന് ബ്രിട്ടീഷ് കോളനി ശക്തികൾ ഇവിടുന്ന് കപ്പൽ കയറി പോകും. പക്ഷേ പ്രശ്നം അവസാനിച്ചോ എന്ന് വെച്ചാൽ അദ്ദേഹം ആശങ്കിച്ച് പ്രശ്നം അവസാനിക്കില്ല. കാരണം ഇവരിവിടുന്ന് പോയാൽ ഇവിടെ പകരം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒലിഗാർക്കി ആകാനുള്ള സാധ്യതയുണ്ട്. ഒലിഗാർക്കിയാകും. കാരണം ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ മാത്രം ഭരണം കേന്ദ്രീകരിക്കപ്പെടും. അപ്പൊ അതാണ് അദ്ദേഹം അന്ന് ആശങ്കിച്ച് തന്നെയാണ് 1076 കൊല്ലത്തെ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഒരു വിഭവവും, അധികാരമാകട്ടെ, ഭൂമിയാകട്ടെ, വിദ്യാഭ്യാസവും വിജ്ഞാനവുമാകട്ടെ, നമ്മൾ സോഷ്യൽ റിസോഴ്സസ്, സാമൂഹ്യ വിഭവം എന്ന് പറയുന്ന ഒരു വിഭവവും ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രൊപ്പോർഷനായിട്ട് അല്ല വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, മറിച്ച് കേന്ദ്രീകരണമാണ് നടന്നിരിക്കുന്നത്. കേരളത്തിലെ മന്ത്രിസഭയെ കുറിച്ച് ഈ അടുത്ത് അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു. കേരളത്തിലെ മന്ത്രിസഭയിൽ കേരളത്തിലെ നായർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റി പോപ്പുലേഷൻ എന്ന് പറയുന്നത് മാക്സിമം പോയാൽ 10% ഓർ ലെസ് ദാൻ 10%. പക്ഷെ നിങ്ങൾ കേരളത്തിലെ മന്ത്രിസഭ എടുത്ത് നോക്കിയാൽ അറൌണ്ട് 50%ഉം ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്, ബിറ്റ്വീൻ 40 and 50. അപ്പൊ 10% മാത്രമുള്ള ജനസംഖ്യയിൽ 10% മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയാണ് അവരുടെ ജനസംഖ്യയേക്കാൾ 4 ഇരട്ടിയിലധികം റെപ്രസെന്റേഷൻ ഇവിടുത്തെ ഒരു പവർ സ്ട്രക്ചറിൽ അവർക്ക് ഇടം കിട്ടുന്നത് എന്നതാണ് ചോദ്യം. ഇതാണ് ക്വസ്റ്റ്യൻ ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് സണ്ണി കബിക്കാട് അതിനെക്കുറിച്ച് പറയുന്നത്, പിണറായി വിജയൻ പറയും ഞങ്ങളിൽ അങ്ങനെ മുസ്ലിം, നായർ, ഈഴവൻ, ദലിതൻ, ആദിവാസി എന്നല്ല, ഞങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റുകളാണ്, ഞങ്ങളുടെ ബാലഗോപാലൻ കമ്മ്യൂണിസ്റ്റാണ്, ഞങ്ങളുടെ MP രാജേഷ് കമ്മ്യൂണിസ്റ്റാണ്, ഞങ്ങളുടെ R ബിന്ദു കമ്മ്യൂണിസ്റ്റാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുക. ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല ഇവിടെ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. സണ്ണി കബിക്കാട് പറഞ്ഞത് ആ കള്ളത്തിലൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്തുകൊണ്ടാണ് പിന്നെ CPM ഇതര കമ്മ്യൂണിറ്റികൾപ്പെട്ട പരിചയസമ്പന്നരായിട്ടുള്ള ജനപ്രതിനിധികൾ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്? എന്തുകൊണ്ട് അത്തരം കമ്മ്യൂണിറ്റികൾപ്പെട്ട ആളുകൾക്ക് മന്ത്രിമാരാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? ഇപ്പൊ പുറത്താക്കപ്പെട്ട 2.5 വർഷം പൂർത്തിയായി പുറത്തുപോയ 2 മന്ത്രിമാരൊക്കെയാണ്. അഹമ്മദ് ദേവർ കോവിലാണ് ഒരാൾ, അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ആന്റണി രാജുവാണ്, മുൻ ഗതാഗത വകുപ്പ് മന്ത്രി, അദ്ദേഹം ലത്തീൻ കത്തോലിക്ക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, അതും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. പകരം വന്നത് ഗണേഷ് കുമാർ, നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. രണ്ടാമത് വന്നയാൾ നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കണ്ണൂരിൽ നിന്നുള്ള MLA ആണ്, അദ്ദേഹം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. പക്ഷേ നായർ കമ്മ്യൂണിറ്റിക്ക് ഓവർ റെപ്രസെന്റേഷൻ ലഭിക്കും. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നിങ്ങൾ ജുഡീഷ്യറിയിൽ പോയി നോക്കുക. എന്തുകൊണ്ടാണ് ഈ ജുഡീഷ്യറി ആന്റി റിസർവേഷൻ വിധികൾ ഇന്ത്യയിൽ ഇങ്ങനെ നിരന്തരമായി പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ സിസ്റ്റത്തിനകത്ത് കുടുംബാധിപത്യവും സവർണജാതി ആധിപത്യവുമാണ്. TY ചന്ദ്രചൂഡ് ഒരു സവർണ ജഡ്ജിയാണ്, അദ്ദേഹത്തിന്റെ പിതാവ് സവർണ ജഡ്ജിയായിരുന്നു. ഈ സിസ്റ്റത്തെ ചോദ്യം ചെയ്യപ്പോഴാണ് ജസ്റ്റിസ് കർണനെതിരിൽ വലിയ നടപടികൾ ജുഡീഷ്യറി തന്നെയും എടുക്കുന്നത്. ഇന്ത്യയുടെ മീഡിയ രംഗം ഒരു പവർ സ്ട്രക്ചറാണല്ലോ. ആരാണത് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഇവിടുത്തെ ചുരുക്കം ചില ന്യൂനപക്ഷ സവർണ കമ്മ്യൂണിറ്റികളിൽപ്പെട്ടവരാണ്. അപ്പൊ ഇതാണ് അംബേദ്കർ പറഞ്ഞ ഒലിഗാർക്ക്. സമൂഹത്തിൽ കുറച്ചു മാത്രമുള്ള സാമൂഹിക ജനവിഭാഗങ്ങൾ സമഗ്രാധിപത്യവും അധികാര കേന്ദ്രീകരണവും നടത്തുന്നു. ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്തിട്ട് സമൂഹത്തിൽ ദലിതരുണ്ട്, ദലിത് കമ്മ്യൂണിറ്റിയിൽ തന്നെ പലതരം സമുദായങ്ങളുണ്ട്. സമൂഹത്തിൽ ആദിവാസികളുണ്ട്, ആദിവാസി കമ്മ്യൂണിറ്റിയിൽ തന്നെ പലതരം സമുദായങ്ങളുണ്ട്. സമൂഹത്തിൽ മൈനോറിറ്റികളുണ്ട്, മുസ്ലിം മൈനോറിറ്റി, ക്രിസ്ത്യൻ മൈനോറിറ്റി, ജെയിൻ, ബുദ്ധ പോലെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റികളുണ്ട്. സമൂഹത്തിൽ പലതരം OBC കമ്മ്യൂണിറ്റികളുണ്ട്. സമൂഹത്തിൽ കമ്മ്യൂണിറ്റിക്ക് അപ്പുറത്ത് ജെൻഡർ വൈവിധ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പുരുഷൻ, സ്ത്രീ, സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രയാണ് നമ്മുടെ നിയമസഭയിൽ, ലോക്സഭയിൽ എന്നൊക്കെ നിങ്ങൾക്കറിയാം. പ്രൊപ്പോർഷനേറ്റ് റെപ്രസെന്റേഷൻ ഇല്ല. ഉണ്ടോ? ഇല്ല. സമൂഹത്തിൽ പ്രാദേശികമായിട്ടുള്ള എന്ന് വെച്ചാൽ കാസ്റ്റ്, മൈനോറിറ്റി, റീജിയൻ, ലാംഗ്വേജ്, ജെൻഡർ, ഇത്തരം സാമൂഹിക വൈവിധ്യങ്ങൾ നമ്മൾ പലപ്പോഴും എന്താണ് പറയാറുള്ളത്? ഈ ഏത് പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോഴും നമ്മുടെ MLA-മാരും MP-മാരും പ്രസംഗിക്കും നാനാത്വത്തിൽ ഏകത്വം എന്ന് പ്രസംഗിക്കും. നല്ല ആശയമാണ്. പക്ഷെ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് നമ്മുടെ പുസ്തകത്തിൽ സുഖമായിട്ട് ഉറങ്ങുകയാണ്. നിയമസഭയിൽ ഈ നാനാത്വം ഇല്ല, ലോക്സഭയിൽ ഈ നാനാത്വം ഇല്ല, നമ്മുടെ ജില്ലാ കളക്ടറേറ്റുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും ഈ നാനാത്വം ഇല്ല, നമ്മുടെ ജുഡീഷ്യറിയിൽ ഈ നാനാത്വം ഇല്ല.
അവിടെ ഉള്ളത് ഒലിഗാർക്കിയാണ്. കുറച്ച് ആളുകളുടെ ആധിപത്യം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഒലിഗാർക്കി ബ്രേക്ക് ചെയ്തിട്ട് നാനാത്വം, ഡൈവേഴ്സിറ്റിയുടെ റെപ്രസെന്റേഷൻ ഇത്തരം ഇടങ്ങളിൽ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് റെപ്രസെന്റേഷനെ കുറിച്ചും റിസർവേഷനെ കുറിച്ചും അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ഇന്ന് വളരെ ശക്തമായ രീതിയിൽ ക്യാമ്പസുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ കൂടുതൽ ഊന്നിക്കൊണ്ട് ക്യാമ്പസുകളിൽ സംസാരിക്കേണ്ട വിഷയമാണ് എന്ന് കൂടി പറയണം ഫ്രറ്റേണിറ്റിക്കാരെന്ന നിലക്ക്. കാരണം ഇത് ആളുകൾക്ക് തിരിയാത്തൊരു വിഷയം കൂടിയാണ്. ആളുകൾ പിന്നെ ആ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യൻ ഓഫ് മെറിറ്റ്, ക്വസ്റ്റ്യൻ ഓഫ് എഫിഷ്യൻസി, ക്വസ്റ്റ്യൻ ഓഫ് ഇക്വാലിറ്റി. ഈ റെപ്രസെന്റേഷനെ കുറിച്ചും റിസർവേഷനെ കുറിച്ചും നിങ്ങൾ പറയുമ്പോൾ അത് മെറിറ്റിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. മെറിറ്റ് അല്ലേ നോക്കേണ്ടത്, മെറിറ്റോക്രാറ്റിക് വാദങ്ങൾ, എഫിഷ്യൻസി. ഈ പിന്നാക്ക സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ പണ്ട് EMS നമ്പൂതിരിപ്പാട് അതാണ് പറഞ്ഞത്. ഈ സംവരണം എന്ന് പറയുന്നത് കാര്യക്ഷമതയെ ബാധിക്കുന്നു എന്നാണ് അദ്ദേഹം സമർപ്പിച്ച 1ാം ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പിന്നാക്കക്കാരനും മുസ്ലിമും ദലിതനും ആദിവാസിയും ഈഴവനും ഒക്കെ സർവീസിൽ കയറി വരുമ്പോൾ അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഇന്നത്തെ സമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. റിസർവേഷനിലൂടെ പ്രൊഡക്ടിവിറ്റി കുറയൂലേ, എഫിഷ്യൻസി കുറയൂലേ? കഴിവല്ലേ നോക്കേണ്ടത്, മെറിറ്റ് അല്ലേ നോക്കേണ്ടത്? ഇക്വാലിറ്റിയെ തകർക്കില്ലേ? സമത്വത്തെ തകർക്കുന്ന ഒരു പരിപാടിയല്ലേ ഈ റിസർവേഷൻ എന്ന് പറയുന്നത്? ഇന്ന് വ്യാപകമായ ആളുകൾ ഒരുപക്ഷെ ക്യാമ്പസിൽ നിന്ന് നിങ്ങൾ നേരിടുന്ന ഒരു ചോദ്യമായിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവല മെറിറ്റ് വാദം അല്ല, അത് തീർത്തും തെറ്റായ വാദമാണ്. കേവലമായ മെറിറ്റ് വാദം എന്ന് പറയും തീർത്തും എന്ന് വെച്ചാൽ നിങ്ങളുടെ മെറിറ്റ് എന്ന് പറയുന്നത് നിരപേക്ഷമായിട്ടുള്ള ഒന്നല്ല. നിങ്ങളുടെ മെറിറ്റ് എന്ന് പറയുന്നത് പലതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഒരു ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ലക്ഷം വീട് കോളനിയിൽ ജീവിക്കുന്ന, ഒരു 3/4 സെന്റ് കോളനിയിൽ കുടിൽ കെട്ടി ജീവിക്കുന്ന, അവിടെ ജനിച്ച് വളരുന്ന ഒരു കുട്ടിയുടെ മെറിറ്റും കോഴിക്കോട് നഗരമധ്യത്തിൽ മാവൂർ റോഡിലെ ഫ്ലാറ്റിൽ ജീവിച്ച് വളരുന്ന ഒരു കുട്ടിയുടെ മെറിറ്റും തമ്മിൽ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. നിങ്ങളുടെ മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ റൂമിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബ് 30 വാട്ടിൻ്റെതാണോ 60 വാട്ടിൻ്റെതാണോ 90 വാട്ടിൻ്റെതാണോ എന്നതിനെ കൂടി ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ മെറിറ്റ് എന്ന് പറയും നിങ്ങളുടെ വീട്ടിലെ സമാധാനവുമായിട്ട് നിങ്ങളുടെ മെറിറ്റിന് ബന്ധമുണ്ട്. നിങ്ങളുടെ വീട്ടിന്റെ അടുപ്പിനകത്ത് അരി കത്തിക്കാൻ, അരി പാകം ചെയ്യാനുള്ള വിറകുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മെറിറ്റുമായി ബന്ധമുള്ള സംഗതിയാണ്. നിങ്ങൾ സമൂഹത്തിൽ ഇറക്കുമ്പോൾ സമൂഹം നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് നിങ്ങളുടെ മെറിറ്റിനെ ബാധിക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ മറന്നുകൊണ്ട് ഇവിടെ നായരും സവർണ ക്രിസ്ത്യാനിയും ബ്രാഹ്മണനും മുസ്ലിമും ഈഴവനും ലത്തീൻ കത്തോലിക്കും ധീവര സമുദായത്തിൽപ്പെട്ടവരും ദലിതനും ആദിവാസിയും ഒക്കെ ഈ സമൂഹത്തിൽ ഒരേ എൻട്രൻസ് അല്ലേ എഴുതുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് അവർക്ക് മാർക്ക് കൊടുക്കുകയും അവരുടെ യോഗ്യത നിശ്ചയിക്കുകയുമല്ലേ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ അന്ധമായ മെറിറ്റ് വാദങ്ങളെ ഈ മൂവ്മെന്റ് സമ്പൂർണമായും നിരാകരിക്കുകയാണ്. കാരണം നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനിക്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറാണ്. അതങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ എൻട്രൻസ് എക്സാമിനേഷനിൽ അത് പ്രതിഫലിക്കും. ഇവിടുത്തെ യോഗ്യതാ നിർണയത്തിലും അതിൻ്റെ മാനദണ്ഡങ്ങളിലും അത് പ്രതിഫലിക്കും. അതുകൊണ്ട് ആ മെറിറ്റ് വാദങ്ങളല്ല, പകരം സാമൂഹ്യ നീതിയുടേതായിട്ടുള്ള ഇക്വാലിറ്റി എന്നതിനേക്കാൾ ഒരുപക്ഷെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് ഇക്വിറ്റി എന്നുള്ളതായിരിക്കും. ഒരു കേവല സമത്വവാദം എന്നുള്ളതിനപ്പുറം പരിഗണന കൂടുതൽ കൊടുക്കേണ്ടവർക്ക് കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള ഒരു സമത്വവാദത്തെ കുറിച്ചാണ് ഈ മൂവ്മെന്റ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പുതിയ ക്യാമ്പസുകളിൽ OBC പിന്നാക്ക സമൂഹങ്ങളിൽപ്പെട്ട കുട്ടികളിൽ നിന്നടക്കം ഒരുപക്ഷെ റിസർവേഷനും റെപ്രസെന്റേഷനും എതിരായിട്ടുള്ള വാദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. ആ വാദങ്ങളെ ഈ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി.